അതേപോലെ രണ്ടാമതൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഖുറാഫി പള്ളിയിലുള്ള ബാങ്ക്, ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് മുഅക്കദായ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മുഅദ്ദിൻ എന്താണോ പറയുന്നത് അതേപോലെ നിങ്ങളും പറയുക. അതായത് മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കുക. ഫഖൂലു എന്നുള്ളത് അംറാണ്, കൽപ്പനയാണ്. എന്നാൽ ആ കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് ചില ഹദീസുകൾ ഇത് വാജിബല്ല എന്നറിയിക്കുന്ന ഖരീനത്തായി വന്നിട്ടുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി വെള്ളിയാഴ്ച ദിവസം. സലാം പറഞ്ഞു അവിടെ ഇരുന്നു. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചില സഹാബാക്കൾ പറഞ്ഞു, നമ്മൾ ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു ബാങ്ക് വിളിക്കുന്ന സമയം. ബാങ്ക് കഴിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ തുടങ്ങിയ സമയം നമ്മൾ ഖുതുബ ശ്രദ്ധിച്ച് കേട്ടു എന്ന്. ഇത് വാജിബായിരുന്നുവെങ്കിൽ സഹാബാക്കൾ ഒരിക്കലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇജാബത്ത് കൊടുക്കാതെ സംസാരിക്കുമായിരുന്നില്ല. ഒന്നാമത്തെ തെളിവ്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നു, അയാൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, അൻത അലൽ ഫിത്ര, നിങ്ങൾ ഫിത്രത്തിലാണ് എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് ഇജാബത്ത് കൊടുത്തിട്ടില്ല എന്നാണ്. ഇതെന്നൊക്കെ മനസ്സിലാകുന്നത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്തുൻ മുഅക്കദ, മുഅക്കദായ സുന്നത്താണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമതായി, ഖുറാഫി പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാചാരങ്ങൾ നടമാടുന്ന പള്ളിയാണ് എന്നതെങ്കിൽ, ബിദ്അത്തുകളും മറ്റുള്ള അനാചാരങ്ങൾ നടക്കുന്ന പള്ളിയാണ് ഉദ്ദേശമെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ട്, ഈ ഖുറാഫി പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്യപ്പെടുന്ന പള്ളിയാണെങ്കിൽ ബാങ്ക് എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവെയുള്ള ഒരു അലാമത്താണ്, ഷിആറാണ്. അതുകൊണ്ട് തന്നെ പൊതുവായി തന്നെ ആ അലാമത്ത് മുസ്ലിമിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രയാസമില്ല. എത്രത്തോളം ആ ബാങ്ക് വിളിക്കുന്ന ആൾ തഈൻ ചെയ്യപ്പെട്ട രൂപത്തിൽ മുശ്രിക്കോ കാഫിറോ ആകാത്തിടത്തോളം ബാങ്കിന് ഇജാബത്ത് കൊടുക്കാവുന്നതാണ്, പ്രയാസമില്ല. ഇതാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا